ഏതാണ്ട് തോൽവി ഉറപ്പായി കഴിഞ്ഞ പി സരിന് വളരെ മുന്തിയ ഒരു കസേര തന്നെ പിണറായി വിജയൻ നൽകുമെന്നാണ് സൂചന. ഒരു CPM നേതാവ് തെറിക്കുകയും ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാലും പി സരിനെ കൈവിടില്ല എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് CPM എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് പോരാട്ടം നടത്തുന്ന പാലക്കാട് CPM 2016 മുതൽ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. ഇത്തവണ ചിഹ്നം പോലുമില്ലാതെ മത്സരിച്ച CPMന് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ CPM സ്ഥാനാർത്ഥിയായിരുന്ന CP പ്രമോദിന് കിട്ടിയ 36,433 വോട്ട് പോലും ലഭിക്കില്ല എന്നാണ് സൂചന. ഇതെല്ലാം സരിനും വ്യക്തമായി അറിയാം. നാണം കെട്ട തോൽവിയായാലും സരിനൊരു കസേര പിണറായി ഭരണത്തിന്റെ ശിഷ്ടകാലത്ത് ലഭിക്കുകയും ചെയ്യും. കോൺഗ്രസിൽ നിന്ന് പുറത്തുചാടിയ KP അനിൽകുമാർ, രതികുമാർ, ലതിക സുഭാഷ്, PS പ്രശാന്ത് എന്നിവർക്കെല്ലാം കസേര കൊടുത്ത് അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്ത പോലെ സരിനും ഒരു പുതിയ കസേര കിട്ടുമെന്നാണ് പിണറായി ഉറപ്പ് നൽകിയിട്ടുള്ളത്. KTDC ചെയർമാൻ PK ശശിയുടെ കസേര സരിന് ലഭിക്കുമെന്നാണ് സൂചന. പാലക്കാട് വോട്ട് പിടിക്കാൻ വരാതെ ശശി ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി വിദേശ പര്യടനത്തിലാണ്. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് PK ശശി. പാർട്ടി നടപടികൾ നേരിട്ട PK ശശിയുടെ കസേര ഏത് നിമിഷവും തെറിക്കും. ശശിയുടെ കസേര തെറിപ്പിക്കാൻ MV ഗോവിന്ദൻ മുന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ശശിക്ക് പകരം സരിനെ നിയമിക്കുന്നതിനോട് MV ഗോവിന്ദനും ഇപ്പോൾ എതിർപ്പൊന്നുമില്ല. നാണം കെട്ട തോൽവി നേരിട്ടാലും ഭരണത്തിന്റെ അവസാന നാളുകൾ സർക്കാർ ചെലവിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പി സരിന് ഈ കാലം കഴിക്കുകയും ചെയ്യാം. 2026 കഴിഞ്ഞ തവണ തോറ്റ ഒറ്റപ്പാലത്തെ സീറ്റും സരിൻ നോട്ടമിട്ടിട്ടുണ്ട്. CPM സിറ്റിംഗ് സീറ്റായി ഒറ്റപ്പാലത്ത് നിന്നാൽ MLA ആകാമെന്ന കണക്കുകൂട്ടലാണ് സരിൻ. അതുവരെ ഒരു കസേര വേണം. ആ ഉറപ്പ് പിണറായി നൽകിയിട്ടുമുണ്ട്. 2026 ഒറ്റപ്പാലം സീറ്റിൽ സരിൻ ജയിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയും വരും.